സർക്കാർ മാറിയതോടെ പോലീസിന്റെ സ്വഭാവം മാറിയെന്ന കുറ്റപ്പെടുത്തലുമായി മുൻ മന്ത്രി പി രാജീവ് മലയിടം തുരുത്ത് സെറ്റിൽമെന്റ് ഉന്നതിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഇവിടെ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനായി CPIMന്റെ നേതൃത്വത്തിൽ പാരിയാത്തുകാവ് സംരക്ഷണ സദസ്സും സംഘടിപ്പിച്ചു. മലയിടം തുരുത്ത് പാരിയാത്തുകാവ് സെറ്റിൽമെന്റ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളിലും പ്രാദേശിക CPIM നേതാക്കളോടൊപ്പമാണ് മുൻമന്ത്രി പി രാജീവ് സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് അതിക്രമത്തിൽ തങ്ങൾക്കുണ്ടായ ദേഹോപദ്രവത്തെക്കുറിച്ച് വൃദ്ധരും കുട്ടികളും അടക്കമുള്ളവർ ഇദ്ദേഹത്തോട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് അതിക്രമം അത് ആരുടെയോ നിർദ്ദേശപ്രകാരം നടന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മുൻമന്ത്രി പി രാജീവ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത്തരത്തിലെ ജനകീയമായിട്ടുള്ള മുന്നേറ്റം കൊണ്ട് മാത്രമേ ഇന്നിവരെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന സാഹചര്യം വന്നതുകൊണ്ടാണ് ഇന്നലെ ഒന്നിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ ഇടയായത്. ഇപ്പോ പോലീസ് നടപടി പൂർത്തിവെച്ചിരിക്കുകയാണ്. അത് തുടരേണ്ടതുണ്ട്. അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ സർവേ പൂർത്തീകരിച്ച് നടപടികൾ ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിലേക്ക് എത്തുന്നത് വരെ മറ്റൊരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നടന്ന പാരിയത്തുകാവ് സംരക്ഷണ സദസ്സിലും അദ്ദേഹം പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം അതിക്രൂരമായ ഒരു പോലീസ് നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു സർക്കാർ വരുമ്പോൾ 5-6 മാസം ആ സർക്കാരിനൊരു ഹണിമൂൺ പീരീഡ് പോലെ അവരെങ്ങനെയാണ് ഭരിക്കുക എന്ന് നോക്കാം എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മളെല്ലാവരും സ്വീകരിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിനോട് അങ്ങനെയൊന്നും സ്വീകരിച്ചിരുന്നില്ല. കാരണം ഞങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ആ വഴിക്കേ വന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയതിന് കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ തടിയിട്ടപറമ്പ് പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.